ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്കുള്ള സ്നേഹവും വന്ദനവും ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. 2 കൊരിന്ത്യർ 11-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇവിടെ വചനത്തിൽ കാണുന്നത് ഹല്ലേലൂയ, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നത് ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഹല്ലേലൂയ, തിരുവചനം പറയുന്നത് ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. കർത്താവ് നിർമ്മല കന്യകയായി ഹല്ലേലൂയ ഓരോരുത്തരെയും ഹല്ലേലൂയ വിവാഹ നിശ്ചയം ചെയ്ത് ഹല്ലേലൂയ ഏൽപ്പിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരണം നമ്മൾ അവനോട് ഹല്ലേലൂയ അവൻ്റെ മണവാട്ടിയായി തീരുവാൻ തക്കോണം ഹല്ലേലൂയ കർത്താവിനോട് ഉടമ്പടി ചെയ്തവരാണ്. ഹല്ലേലൂയ അതാണ് അവൻ ആത്മാവിൻ്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്നു തന്ന് ഹല്ലേലൂയ അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. ഹല്ലേലൂയ അവൻ്റെ രക്തം തന്ന് ഹല്ലേലൂയ നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ ഹല്ലേലൂയ വില കൊടുത്തതാണ് കർത്താവ്. ഹല്ലേലൂയ അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ കാണുന്നത് ഹല്ലേലൂയ 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീയങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ തക്കവണ്ണം ദൈവസേനയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്ന ഹല്ലേലൂയ എല്ലാ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കണമെന്ന് ഹല്ലേലൂയ. എന്തെല്ലാം നമ്മുടെ മനസ്സിലേക്ക് പൊങ്ങി വരുന്ന കാര്യങ്ങളുണ്ട്, അതെല്ലാം പിടിച്ചടക്കി ഹല്ലേലൂയ കർത്താവിനായി നിലനിന്ന് ജീവിക്കുന്ന ഒരു ജീവിതമാണ് ഏകാഗ്രതയുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത്. ഹല്ലേലൂയ പലതും നമ്മളെ അഭിമുഖീകരിക്കുന്നതൊക്കെ ഉണ്ടാവും. എന്നാൽ അതെല്ലാം നമ്മൾ ഹല്ലേലൂയ വിട്ട് കളഞ്ഞിട്ട് ഹല്ലേലൂയ ആ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിലും നിർമ്മലതയിലും ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കോണം ഹല്ലേലൂയ ദൈവം നമുക്ക് ഇടയാക്കി തീർക്കുന്നുണ്ട്. ഹല്ലേലൂയ ഇത് യിരെമ്യാ പ്രവചനത്തിൽ ഹല്ലേലൂയ ഇപ്രകാരമാണ് പറയുന്നത്. ഹല്ലേലൂയ 2-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഹല്ലേലൂയ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ച് നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. അപ്പോൾ യൗവനത്തിലൊരു ഭക്തിയുണ്ട്, വിവാഹം നിശ്ചയിച്ച കാലത്തൊരു ഹല്ലേലൂയ സ്നേഹമുണ്ട്. ഹല്ലേലൂയ ഇസ്രായേൽ യഹോവയ്ക്ക് വിശുദ്ധവും അവ യഹോവ എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ഇസ്രായേൽ യഹോവയ്ക്ക് വിശുദ്ധമായ ഒരു ഹല്ലേലൂയ ജനമാണ്. അത് തന്നെയല്ല വിളവിൻ്റെ ആദ്യ ഫലവുമാകുന്നു. ഹല്ലേലൂയ ആ ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ ആ ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഹല്ലേലൂയ ആദ്യ ഫലമായി കർത്താവിന് സമർപ്പിക്കുന്നവരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഹല്ലേലൂയ അപ്പോൾ ആ യൗവനത്തിൽ ഹല്ലേലൂയ വിതയ്ക്കാത്ത ദേശത്ത് മരുഭൂമിയിൽ നീ എന്നെ അനുഗമിച്ച് നടന്ന നിന്റെ കാലത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തെ സ്നേഹം ഓർക്കുന്നു. അപ്പോൾ അനുഗമിച്ച് നടന്ന കാലത്ത് ഹല്ലേലൂയ ഒരു ഭക്തിയുണ്ട്, വിവാഹം നിശ്ചയിച്ച കാലത്ത് ഒരു സ്നേഹമുണ്ട്. ഹല്ലേലൂയ നമുക്കറിയാം ഹല്ലേലൂയ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹല്ലേലൂയ എപ്പോഴും ഹല്ലേലൂയ എപ്പോഴാണ് മണവാളൻ വരുന്നത്, ഹല്ലേലൂയ എന്നാണ് കല്യാണം നടക്കുന്നതെന്നുള്ള ഒരു ആകാംക്ഷയാണ് എല്ലാവരുടെയും ഉള്ളത്തിലുള്ളത്. ഹല്ലേലൂയ ഏതൊരു സ്ത്രീക്കും പുരുഷനും അങ്ങനെയുള്ള ഒരു ചിന്തയാണ് ഉണ്ടാവുക. എന്നാൽ അന്നൊരു സ്നേഹമുണ്ട്. ഹല്ലേലൂയ വിവാഹം നിശ്ചയിച്ച കാലത്തൊരു സ്നേഹവും ഒരു ഭക്തിയും. ഹല്ലേലൂയ ഇവിടെ പറഞ്ഞ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകും. അപ്പോൾ ഒരു ഏകാഗ്രതയുണ്ട്, നിർമ്മലതയുണ്ട്. അങ്ങനെയുള്ളൊരു മഹാപുരോഹിതനാണ് നമുക്കുള്ളത്. എബ്രായ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്: പവിത്രൻ, നിർദോഷൻ, നിഷ്കളങ്കൻ, നിർമ്മലൻ,
സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ, പാപികളോട് വേർവിട്ടവൻ, ഇങ്ങനെയുള്ള ഒരു മഹാപുരോഹിതനല്ലോ നമുക്കുള്ളത്. അപ്പോൾ ഇതിലെല്ലാം ഒരു വ്യത്യസ്തനായ ഒരാളാണ് നമുക്കുള്ള മഹാപുരോഹിതൻ. ആ മഹാപുരോഹിതന്റെ മണവാട്ടിയായി തീരുവാനാണ് ദൈവം നമ്മളെ ഹല്ലേലൂയ തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. അപ്പോൾ ഒരു ഏകാഗ്രതയുണ്ട്, ഒരു സ്നേഹമുണ്ട്. ഹല്ലേലൂയ. വിതയ്ക്കാത്ത നാളുകളിൽ നീ എന്നെ അനുഗമിച്ച് നടന്ന കാലത്ത് ഒരു ഭക്തിയും ഒരു ഭയവും. അപ്പം ദൈവത്തെ അറിയാതിരുന്ന ഒരു കാലത്ത് നമുക്ക് ഭക്തിയുണ്ട്, ഭയമുണ്ട് എന്ന് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. ഹോശേയ പ്രവചനം 2-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 19 മുതലുള്ള വേദഭാഗങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്: ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. അതേ നീതിയോടും ന്യായത്തോടും ദയയോടും കരുണയോടും കൂടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. ഞാൻ വിശ്വസ്തയോടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. നീ യഹോവയെ അറിയുകയും ചെയ്യും. അപ്പോൾ ആ കാലത്ത് ഞാൻ ഉത്തരം നൽകും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ ആകാശത്തിന് ഉത്തരം നൽകും, അത് ഭൂമിക്ക് ഉത്തരം നൽകും. ഭൂമി ധാന്യത്തിനും വീഞ്ഞിനും എണ്ണയ്ക്കും ഉത്തരം നൽകും. അപ്പോൾ എല്ലാത്തിനും ഉത്തരം നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ നിന്നെ വിശ്വസ്തയോടെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. ഹല്ലേലൂയ. നീ യഹോവയെ അറിയുകയും ചെയ്യും. ഹല്ലേലൂയ. നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. അതേ നീതിയോടും ന്യായത്തോടും ദയയോടും കരുണയോടും കൂടെ. എങ്ങനെയൊക്കെയാണ് നീതിയോട്, ന്യായത്തോട്, ദയയോട്, കരുണയോട്. അപ്പൊ കരുണ തോന്നിയിട്ടാണ് കർത്താവിന് ഹല്ലേലൂയ നമ്മളോടൊരു സ്നേഹം തോന്നിയിട്ടാണ് നമ്മളെ വിവാഹത്തിനായി നിശ്ചയിച്ചത്. ഹല്ലേലൂയ. എല്ലാവരെയും അങ്ങനെ നിശ്ചയിക്കത്തില്ല. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരെ ചുരുക്കമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പം ദയയോട്, കരുണയോട്, വിശ്വസ്തയോട്, ന്യായത്തോട്, ഹല്ലേലൂയ, ആ നീതിയോട് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം ഫലം കായ്ക്കണം എന്ന ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കോണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനമാകുന്നു. അപ്പോൾ വിശുദ്ധ ജനമായി, സ്വന്തം ജനമായി ഹല്ലേലൂയ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം ഹല്ലേലൂയ നമ്മളൊരു പ്രത്യേകതയുള്ള ജനമാണെന്ന്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ നിന്നെ വിശ്വസ്തയോടെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിനെ ഞാൻ നിന്നെ നിശ്ചയിക്കും. നീതിയോടും ന്യായത്തോടും ദയയോടും കരുണയോടും കൂടെ ഞാൻ നിന്നെ വിവാഹത്തിന് നിശ്ചയിക്കും. ഞാൻ വിശ്വസ്തയോടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. നീ യഹോവയെ അറിയുകയും ചെയ്യും. ദൈവത്തെ അറിയുകയും ചെയ്യുവാൻ വിശ്വസ്തയോടെ ഹല്ലേലൂയ, നീതിയോടെ, ന്യായത്തോടെ, കരുണയോടെ ഹല്ലേലൂയ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുക. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവൻ നമ്മളെ തിരഞ്ഞെടുക്കുമ്പോൾ ഹല്ലേലൂയ അവൻ നമുക്ക് ഈ അവകാശത്തെ തിരഞ്ഞെടുത്തു തന്നു. താൻ സ്നേഹിച്ച യാക്കോബിന്റെ ശ്ലാഘ്യ ഭൂമി എന്ന് പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഈ അവകാശം നമുക്ക് തന്ന ഒരു ദൈവത്തിന് ഹല്ലേലൂയ എത്രമാത്രം നമ്മൾ അവനെ സ്തുതിച്ചാലും ഏകാഗ്രതയോടെ പരിശുദ്ധാത്മാവിലെ സന്തോഷത്തോടെ അവനെ സ്തുതിക്കേണ്ടവരാണ് നമ്മൾ. ഹല്ലേലൂയ. ഒരിക്കലും ഒരു പ്രിയ അപ്പച്ചൻ ഹല്ലേലൂയ ഞങ്ങളെ വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു: ഹല്ലേലൂയ ഈ തിരുവചനം എവിടാണെന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിത്താ എന്ന് പറയുവാനിടയായിത്തീർന്നു. യെശയ്യാ പ്രവചനം 40 ഹല്ലേലൂയ 11-ാമത്തെ വാക്യം: ഒരു ഇടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. ആ വാക്യം ഒന്ന് പറഞ്ഞതാ എന്ന് ആ പ്രിയ കർത്താവിന്റെ ദാസൻ ഞങ്ങളെ വിളിച്ച് ചോദിക്കുവാനിടയായിത്തീർന്നു. അപ്പോൾ ഞാൻ ഈ വാക്യം പറഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞപ്പോൾ ആ അപ്പച്ചൻ ഹല്ലേലൂയ വണ്ടിയിലെ സീറ്റിലോട്ട് കയറിയിരിക്കുമ്പോൾ അവിടെ നിന്ന് താഴോട്ട് വീണു. ഹല്ലേലൂയ 2 എളി അങ്ങ് ഒടിഞ്ഞു പോയി, എല്ല് പൊട്ടിപ്പോയി, ഒടിഞ്ഞു പോയി. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഈ അപ്പച്ചൻ ഈ വാക്യം ഉരുടുമായിരുന്നു. ഹല്ലേലൂയ. അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. അപ്പോൾ തള്ളകളെ പതുക്കെയാണ് നടത്തുന്നത്. ഹല്ലേലൂയ. അവരെ ഓടിക്കത്തില്ല, അവരെ ഓടിക്കാൻ ഒക്കത്തില്ല, അവർ വീണു പോകും. ഇവിടെ പറഞ്ഞിരിക്കുന്ന കുഞ്ഞാടാന്നോ അതിനെയൊക്കെ ഭുജത്തിൽ മാർവിടത്തിൽ ചേർത്ത് വഹിക്കും. അല്ല എങ്ങനെയുള്ളവരാ നമ്മളെ ആ ചേർത്ത് വഹിക്കുന്ന ഒരു കർത്താവ്. യെശയ്യാ പ്രവചനം 66-ാം അധ്യായത്തിലെ ഹല്ലേലൂയ ഇങ്ങനെ കാണുന്നുണ്ട്. 13-ാം വാക്യത്തില്: അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. അത് കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ അസ്ഥികൾ ഇളമ്പുല്ല് പോലെ തഴയ്ക്കും. യഹോവയുടെ കൈ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടും. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഞാൻ നിനക്ക് ഹല്ലേലൂയ നദി പോലെ സമാധാനവും ഹല്ലേലൂയ കവിഞ്ഞൊഴുകുന്ന തോടുപോലെ ജാതിയുടെ മഹത്വവും നീട്ടിക്കൊടുക്കും. നിന്നെ പാർശ്വത്തിൽ എടുത്തുകൊണ്ട് നടക്കുകയും മുഴങ്കാൽമേൽ എഴുതി ലാളിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. പാർശ്വത്തിൽ എടുത്തുകൊണ്ട്
നടക്കുകയും മുഴങ്കാൽമേൽ ഇരുത്തിൽ ആളിക്കുകയും ചെയ്യും. അത് മാത്രമല്ല ഹല്ലേലൂയ, അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നമുക്ക് ഹല്ലേലൂയ വേദന വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ ഒരമ്മയുടെ സ്വാന്തനമാണ് കർത്താവിന് നമ്മളോടുള്ളത്. ഹല്ലേലൂയ സമീപനം. ഹല്ലേലൂയ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഞാൻ നിന്നെ മുഴങ്കാലിന്മേൽ ഇരുത്തിൽ ആളിക്കുകയും മുഴങ്കാൽമേൽ ഇരുത്തി. നമുക്കറിയാം, നമ്മൾ കുഞ്ഞു കൊച്ചുങ്ങളെയൊക്കെ മുഴങ്കാൽമേൽ ഇരുത്തി ലാളിക്കാറുണ്ട്. ഹല്ലേലൂയ ആ ലാളിക്കുകയും അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. അത് മാത്രമല്ല, നിന്നെ പാർശ്വങ്ങളിൽ എടുത്തുകൊണ്ട് ഞാൻ നടക്കുകയും ചെയ്യും. ഹല്ലേലൂയ എടുത്തോണ്ട് നടക്കേണ്ടവരെ എടുത്തോണ്ട് നടക്കും. ഹല്ലേലൂയ മുഴങ്കാലിൽ ഇരുത്തേണ്ടവരെ അവിടെ ഇരുത്തും. ഹല്ലേലൂയ അമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ ആശ്വസിപ്പിക്കേണ്ടവരെ അങ്ങനെ ആശ്വസിപ്പിക്കും. ഏത് തരത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ ആശ്വാസം വരേണ്ടത് അതുപോലെ നമ്മളെ ആശ്വസിപ്പിച്ച് ഹല്ലേലൂയ നമ്മൾ പാടത്തിലെ അമ്മയെപ്പോലെ താതൻ ഹല്ലേലൂയ നമ്മളെ മാറോട് അണച്ചിരുന്നു. അണയ്ക്കുന്ന ഒരു സ്നേഹമാണ് ദൈവത്തിന് നമ്മളോടുള്ളത്. ഹല്ലേലൂയ താലോലിച്ച് നമ്മളെ അണയ്ക്കുന്ന ഒരു സ്നേഹമാണ് ആ ദൈവത്തിന് നമ്മളോടുള്ളത്. ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നത് ഹല്ലേലൂയ ജനമെല്ലാം വെറും പുല്ലാണ്. ഹല്ലേലൂയ ഇവിടെ യെശയ്യാപ്രവചനം 40-ാം അധ്യായത്തിൽ പറഞ്ഞേക്കുന്നത് പുല്ലുണങ്ങുന്നു, സകല ജഡവും പുല്ല് പോലെ, അതിന്റെ ഭംഗിയെല്ലാം വലിയ പൂ പോലെയാകുന്നു. യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു, പൂവാടുന്നു. അതേ ജനം പുല്ല് തന്നെ. പുല്ലുണങ്ങുന്നു, പൂവാടുന്നു. നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. ലോകത്തിൽ മാറിപ്പോകാത്ത ഒന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം മാത്രമാണ്. ഹല്ലേലൂയ പുല്ലുണങ്ങും, പൂവാടും. ഹല്ലേലൂയ മനുഷ്യർ ഇന്ന് കാണും, നാളെ കാണത്തില്ല. ഇങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതൊക്കെ മാറിപ്പോയാലും ഹല്ലേലൂയ നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. അത് മാത്രമല്ല, സുവാർത്താദൂതിയായ സിയോനെ, നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക. സുവാർത്താദൂതിയായ യെരൂശലേമേ, നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക, ഭയപ്പെടാതെ ഉയർത്തുക. ഹല്ലേലൂയ യഹൂദ നഗരങ്ങളോട്, ഇതാ നിങ്ങളുടെ ദൈവം എന്ന് പറയുക. ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു, അവന്റെ പൂജ അവന് വേണ്ടി ഭരണം ചെയ്യുന്നു. ഇതാ കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട്. ഒരിടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാറുവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നീ ഭയപ്പെടാതെ ഉയർത്തുക ശബ്ദം. ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുവാൻ ഹല്ലേലൂയ ഭയമില്ലാതെ അത് വിളിച്ചു പറയുവാൻ ദൈവം ഇടയാക്കി തീർക്കണം. ഹല്ലേലൂയ ഇതാ നിങ്ങളുടെ ദൈവം എന്ന് പറയുക. ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു, അവന്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു. ഹല്ലേലൂയ കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട്. അപ്പോൾ ഒരു കൂലിയുണ്ട്, നമുക്കൊരു പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ നമ്മൾ അതിനുവേണ്ടിയാണ് ഓടുന്നത്. ഹല്ലേലൂയ അതുകൊണ്ട് ദൈവം പറഞ്ഞിരിക്കുന്നതല്ല, തൻ്റെ മഹത്വത്താലും വീര്യത്താലും ഞാൻ നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളാ ഹല്ലേലൂയ നമ്മൾ ഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, ആ ദൈവം പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ ഞാൻ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ അപ്പൊ ജീവനുള്ളതും ഭക്തിക്കുള്ളതും എല്ലാ ദൈവത്തിനും ഹല്ലേലൂയ കരങ്ങളുണ്ട്. അവയാൽ നിങ്ങൾക്ക് അതിമഹത്തായോ വിലയേറിയതുമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. അപ്പൊ അതിമഹത്തായതും വിലയേറിയതുമായ വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ചെറിയ കാര്യങ്ങളല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ വിലയേറിയതാ. ഒരിക്കൽ ഒരാൾ ഇപ്രകാരം പറഞ്ഞു, അയ്യോ ഞാൻ ഈ ലോകത്തിൽ ഹല്ലേലൂയ സഞ്ചരിച്ചിരുന്ന കാലത്ത് ഹല്ലേലൂയ ഞാൻ ദൈവത്തിന് വേണ്ടി വലിയ കാര്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. ഹല്ലേലൂയ അതുകൊണ്ട് നമ്മൾ മരിച്ച് ഹല്ലേലൂയ ആ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഹല്ലേലൂയ അവിടെ നമുക്ക് ചെറിയ ചെറിയ ഹല്ലേലൂയ വാസസ്ഥലങ്ങളായിരിക്കും ഒരുക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരിക്കൽ ഒരു പ്രിയ സഹോദരിയെ ദർശനം കാണിക്കുവാനായി തീർത്തു. ഹല്ലേലൂയ കാരണം ഈ ലോകത്തിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ നിക്ഷേപം ഹല്ലേലൂയ പുഴുവും തുരുമ്പും കെടുക്കാത്ത കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാത്ത സ്വർഗത്തിലായിരിക്കണം. ഹല്ലേലൂയ നമ്മുടെ നിക്ഷേപം എവിടെയാ? എല്ലാം നിക്ഷേപമുള്ളിടത്ത് നമ്മുടെ ഹൃദയം ഇരിക്കും. അപ്പോൾ ആ നിക്ഷേപം നമ്മൾ സ്വർഗത്തിലാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു പ്രതിഫലം അവിടെ ഉണ്ട്. അവിടെ കരുതി വെച്ചിരിക്കുക. അതിമഹത്തായതും ശ്രേഷ്ഠമേറിയത് നമുക്കവിടെ കരുതി വെച്ചിരിക്കുക. അത് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ഹല്ലേലൂയ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഹല്ലേലൂയ ഒന്നുമില്ലാത്ത അവസ്ഥയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഹല്ലേലൂയ ഒരു ചെറ്റപ്പുരയാണ് നമുക്കവിടെ കിട്ടുന്നത്. എൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ടെന്ന. അപ്പോൾ ആ വാസസ്ഥലങ്ങളിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഹല്ലേലൂയ പാർക്കാൻ കൊള്ളാത്ത ചെളി നിറഞ്ഞ അല്ലെങ്കിൽ വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരു അനുഭവത്തിലാണ് നമ്മൾ ചെല്ലുന്നെങ്കിൽ, അയ്യോ ഇതിനെക്കാട്ട് നല്ല വീട്ടിലില്ല ഞാൻ പാർത്തിരുന്നത്, ഇപ്പൊ ഈ വീടാണോ എനിക്ക് തരുന്നതെന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും. ഹല്ലേലൂയ ആ പ്രിയ സഹോദരി അങ്ങനെ ചോദിച്ചെന്നാണ് പറഞ്ഞത്. അയ്യോ എനിക്ക് ഈ വീടാണോ വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് എനിക്കിത് വേണ്ട. എൻ്റെ വീട്ടിൽ നല്ല ചാക്കുകളൊക്കെ ഉണ്ടല്ലോ, നല്ല ബിസിനസ്സൊക്കെ ചെയ്യുന്ന വീട്, അപ്പോൾ ചാക്കുകളുണ്ട്, അതിലൊരു ചാക്കെങ്കിലും ഇട്ടതാ, എൻ്റെ കാലൊന്ന് വെക്കട്ടെ ആ സ്ഥലത്ത് എന്ന് പറയുവാനിടയിൽ തീർന്നു. അന്നേരം ആ ദൂതൻ അവളെ കൈപിടിച്ച് ഹല്ലേലൂയ വേറെ റൂമിൽ കൊണ്ട് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇനിയും നിന്റെ വീടിന് വേണമെങ്കിൽ വ്യത്യാസം നിനക്ക് വരുത്താം.
ഹല്ലേലൂയ. ഈ വീടല്ല, ഇതിനെക്കാട്ടും നല്ല വീട് നിനക്ക് തരാനുള്ള വകുപ്പ് നിനക്കുണ്ട്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്. ഇനിയും നിനക്ക് വ്യത്യാസം വരുത്തണമെങ്കിൽ ഇനിയും നീ ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്തേ പറ്റുള്ളൂ. ഹല്ലേലൂയ. നമുക്ക് എല്ലാ സാഹചര്യം ഉള്ളപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. ഹല്ലേലൂയ. ഇപ്പൊ കൊറോണ ബാധിച്ച എല്ലാ പ്രിയപ്പെട്ടവരും ഹല്ലേലൂയ, ദേവദാസീദാസന്മാരൊക്കെ ഹല്ലേലൂയ, കഷ്ടതയിൽ കൂടെയും കടന്നീരിൽ കൂടെയും സങ്കടത്തിൽ കൂടെയും ഞെരുക്കത്തിൽ കൂടെയും കടന്നു പോകുന്ന ഒരു കാലയളവാ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരെ കൂടെ കരുതുവാനും സഹായിക്കാനും ഒക്കെ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ദൈവവേല ചെയ്യുന്നവരെ കരുതിയാൽ ദൈവം അതിനുള്ള കരുതൽ നമുക്ക് തരുവാനിടയെ തീരും. ഹല്ലേലൂയ. കരുതാതെ ഹല്ലേലൂയ നമ്മൾ എന്തെങ്കിലും ഹല്ലേലൂയ എന്തെങ്കിലും പ്രാർത്ഥിച്ചോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അനങ്ങാതിരിക്കുന്നവരായിട്ടല്ല. ഹല്ലേലൂയ. നമ്മുടെ കയ്യിലുള്ളപ്പോൾ യോഗ്യന്മാരായിരിക്കുന്നവർക്ക് നമ്മൾ ചെയ്യാതിരിക്കരുത്. തീർച്ചയായിട്ടും അത് ചെയ്യുന്നുവെങ്കിൽ ഹല്ലേലൂയ നമുക്ക് നിത്യതയിൽ ചെല്ലുമ്പോൾ ഹല്ലേലൂയ ഈ ലോകത്തിൽ ആരും തന്നില്ലെങ്കിലും അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. അവിടെ ചെല്ലുമ്പോൾ ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. ഒരിക്കലും ഒരു പിതാവ് ഹല്ലേലൂയ ഞങ്ങളോട് പറഞ്ഞു, ഹല്ലേലൂയ കർത്താവിൻ്റെ വേല ചെയ്യാൻ വേണ്ടി ഹല്ലേലൂയ ആശുപത്രികളിലൊക്കെ കയറി ഇറങ്ങി ഇങ്ങനെ ഓരോരുത്തരെയും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ അദ്ദേഹത്തിന് കുറേ സഹായങ്ങൾ ആരോ കൊണ്ടുവന്നിരിക്കുക കൊടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ചോദിച്ചു, ഹല്ലേലൂയ മോളെ നീ പറ എത്ര കൊടുക്കണം. അപ്പം ഞാനിങ്ങനെ ഇത്ര കൊടുക്കാനൊക്കെ പറഞ്ഞപ്പോൾ ഹല്ലേലൂയ ആ പുള്ളിക്കാരൻ എൻ്റെ കയ്യിലേക്ക് തന്നു ആ പൈസ. എന്നിട്ട് പറഞ്ഞു നീ കൊടു എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ഓരോരുത്തർക്കും കൊടുക്കാൻ തക്കൊണ്ട് എൻ്റെ കയ്യിലേക്ക് തന്നു. എനിക്ക് കൊടുക്കാനൊരു കഴിവുണ്ടായിട്ടല്ല ഹല്ലേലൂയ, എൻ്റെ കയ്യിലൊന്നും കൊടുക്കാനില്ല. പക്ഷേ ആശുപത്രി ചെന്നപ്പോൾ കുറച്ച് പൈസ തന്നിട്ട് പറയാം നീ കൊടുക്ക നിൻ്റെ കൈ കൊണ്ടെന്ന്. ഹല്ലേലൂയ. അദ്ദേഹത്തിന് അങ്ങ് കൊടുത്താൽ മതി. പക്ഷേ അദ്ദേഹം പറയാം നീ കൊടുക്ക. ഹല്ലേലൂയ. എനിക്ക് കൊടുക്കാനില്ലെങ്കിലും ഒരു സ്ഥലത്ത് എന്നെ വിളിച്ചുകൊണ്ട് പോയി ഹല്ലേലൂയ അവിടെ വെച്ച് എൻ്റെ കൈ തന്ന് മറ്റുള്ളവർക്ക് കൊടുക്കത്തക്ക പോലെ ദൈവം എൻ്റെ കൈ തരുവാനിടയിൽ തരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ഒരു നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്നില്ല ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നത്. ഹല്ലേലൂയ. ആ ദിവസങ്ങളിൽ ഹല്ലേലൂയ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയോ. എനിക്ക് കൊടുക്കാനൊന്നുമില്ല എങ്കിൽ തന്നെ ഹല്ലേലൂയ അവിടെ ചെന്നപ്പോൾ ദൈവം എൻ്റെ കൈ കൊണ്ട് കൊടുക്കാൻ തരത്തില്ല. ഹല്ലേലൂയ ദൈവം ഇടയാക്കി തീർത്തല്ലോ. ആ സ്നേഹത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ. ദൈവം എങ്ങനെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ അറിഞ്ഞാണ് എൻ്റെ ദൈവം ഹല്ലേലൂയ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ആയ ഹല്ലേലൂയ വചനത്തിൽ കാണുന്ന പോലെ ഹല്ലേലൂയ നമ്മളെ സദാകാലത്തേക്കും ഹല്ലേലൂയ വിവാഹത്തിന് നിശ്ചയിച്ചിരിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അത് മാത്രമല്ല ഹല്ലേലൂയ നമ്മൾ അവനെ അനുഗമിക്കാതിരുന്നപ്പോഴും മരുഭൂമിയിൽ വിതയ്ക്കാത്ത കാലത്തും ഹല്ലേലൂയ നിന്റെ യൗവനത്തിലെ ഭക്തിയും നീ വിവാഹം നിശ്ചയിച്ച കാലത്തെ സ്നേഹവും. അപ്പോൾ ആ യൗവനത്തിൽ നമുക്കൊരു ഭക്തിയുണ്ട്. ആ കർത്താവിനെ കണ്ടുമുട്ടിയ നാളുകളിൽ ഹല്ലേലൂയ നമുക്കൊരു ഭക്തിയുണ്ട്. ഹല്ലേലൂയ. ആ ഭക്തി ഹല്ലേലൂയ നമ്മളെപ്പോഴും ഓർക്കേണ്ടവരാ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടുത്തെ വീട് ഹല്ലേലൂയ കഴിഞ്ഞു പോയാൽ ഹല്ലേലൂയ കൈപ്പണിയല്ലാത്ത ഒരു ഭവനമാണ് കർത്താവ് നമുക്ക് നിത്യതയിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ നിത്യസന്തോഷം ഹല്ലേലൂയ എല്ലായ്പ്പോഴും നമ്മൾ പ്രാപിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ആ നിത്യജീവന്റെ അനുഭവങ്ങൾ നമുക്ക് പ്രാപിച്ചെടുക്കാൻ കൊണ്ട് കഴിയും. ഹല്ലേലൂയ. അനേകരെ ആശ്വസിപ്പിക്കുകയും ഹല്ലേലൂയ അനേകർക്ക് വേണ്ടി ഹല്ലേലൂയ പ്രാർത്ഥിക്കുകയും ഹല്ലേലൂയ അനേകർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുകയും ചെയ്യുമ്പോൾ ദൈവം ഹല്ലേലൂയ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. ഹല്ലേലൂയ. ആ കൊടുക്കാൻ കഴിയുന്നെങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ വലിയൊരു ഭാഗ്യമാണ്. ഹല്ലേലൂയ. ചിലർ പ്രാർത്ഥിക്കാൻ പറയും പക്ഷെ ഒന്നും കൊടുക്കത്തില്ല. ഹല്ലേലൂയ. ദൈവം ചിലരാണെങ്കിൽ കൊടുത്തിട്ടാണ് പറയുന്നത് ഹല്ലേലൂയ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. ദൈവം ഓരോരുത്തരെയും അവരവരുടെ അളവ് അനുസരിച്ചാണ് അനുഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഏത് തരത്തിലാണ് നമ്മൾ ദൈവത്തിനോട് ഹല്ലേലൂയ ഇടപെടുന്നത് അതനുസരിച്ച് ആ കർത്താവ് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വേദഭാഗങ്ങൾ കാണുന്നത്, കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. അപ്പോൾ നമുക്ക് ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമ്മുടെ എല്ലാ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടാലും ഹല്ലേലൂയ സ്വർഗത്തിൽ നമുക്കൊരു നിത്യഭവനമുണ്ട്, ഒരു നിത്യ സന്തോഷമുണ്ട്, ഒരു നിത്യ ആനന്ദമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭവനം ദൈവം നമ്മൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒരു പാട്ടുകാരൻ ഇപ്രകാരമാണ് പറയുന്നത്, എൻ്റെ മണവാളനെ എന്നിൽ കനിഞ്ഞവനെ നിന്റെ വരവിനു താമസം വേറെയാകുമോ, വരവിനു താമസം വേറെയോ, എൻ്റെ മണവാളനെ
എന്നിൽ കനിഞ്ഞവനെ നിന്റെ വരവിനു താമസം ഏറെയാകുമോ വരവിനു താമസം ഏറെയോ നിന്റെ വരവിനെ വെളിവാക്കും അടയാളമഖിലവും നിറവേറുന്നതുമിന്നു കാണുന്നേ പ്രിയ വരവിനു താമസമേറെയോ നിന്റെ വരവിനെ വെളിവാക്കും അടയാളമഖിലവും നിറവേറുന്നതുമിന്നു കാണുന്നേ പ്രിയ വരവിനു താമസമേറെയോ എന്റെ മണവാളനെ എന്നിൽ കനിഞ്ഞവനെ നിന്റെ വരവിനു താമസം ഏറെയാകുമ്പോ വരവിനു താമസമേറെയോ മഹാപരിശുദ്ധ ഗുരുവെന്നിൽ തിരുമുൻപിലടിയനു പരിശുദ്ധ മണവാട്ടിയായി ശോഭിപ്പാൻ പരിശുദ്ധനാക്കിടണേ മഹാപരിശുദ്ധ ഗുരുവെന്നിൽ തിരുമുൻപിലടിയനു പരിശുദ്ധ മണവാട്ടിയായി ശോഭിപ്പാൻ പരിശുദ്ധനാക്കിടണേ എന്നെ എന്റെ മണവാളനെ എന്നിൽ കനിഞ്ഞവനെ നിന്റെ വരവിനു താമസം ഏറെയാകുമോ വരവിനു താമസമേറെയോ എന്റെ മണവാളനെ എന്നിൽ കനിഞ്ഞവനെ നിന്റെ വരവിനു താമസം ഏറെയാകുമോ വരവിനു താമസമേറെയോ മഹാമഹത്വത്തിൽ പ്രഭുവെന്നിൽ വെളിച്ചത്തിൽ പ്രഭയാൽ ഞാൻ വെളിച്ചെങ്ങോ ഇരുളെല്ലാം നീക്കി വേവുവാൻ വെളിച്ചത്തിൽ സുതനായി കാക്കണേ മഹാമഹത്വത്തിൽ പ്രഭുവെന്നിൽ വെളിച്ചത്തിൽ പ്രഭയാൽ ഞാൻ വെളിച്ചെങ്ങോ ഇരുളെല്ലാം നീക്കി വേവുവാൻ വെളിച്ചത്തിൽ സുതനായി കാക്കണേ എന്റെ മണവാളനെ എന്നിൽ കനിഞ്ഞവനെ നിന്റെ വരവിനു താമസം ഏറെയാകുമ്പോ വരവിനു താമസമേറെയോ എന്റെ മണവാളനെ എന്നിൽ കനിഞ്ഞവനെ നിന്റെ വരവിനു താമസമേറെയാകുമ്പോ വരവിനു താമസമേറെയോ മഹാകരുണയോടടിയാന് സദാകാല വിവാഹത്തിൽ ഒരുങ്ങുന്ന മണവാട്ടിയായി ചേരുവാൻ തിരഞ്ഞെടുത്തതും ഓർത്തും വാഴ്ത്തുന്നേ മഹാകരുണയോടടിയാന് സദകാല വിവാഹത്തിൽ ഒരുക്കുന്ന മണവാട്ടിയായി ചേരുവാൻ തിരഞ്ഞെടുത്തതും ഓർത്തു വാഴ്ത്തുന്നേ എന്റെ മണവാളനെ എന്നിൽ കനിഞ്ഞവനെ നിന്റെ വരവിനു താമസമേറെയാകുമ്പോ വരവിനു താമസമേറെയോ എന്റെ മണവാളനെ എന്നിൽ കനിഞ്ഞവനെ നിന്റെ വരവിനു താമസമേറെയാകുമ്പോ വരവിനു താമസമേറെയോ ഇനി ഉലകത്തിൽ വസിക്കുവാൻ കഴിവില്ലാതകതെ ഞാൻ ഇണയില്ല കുറുപ്രാവും പോലെ രാപകൽ ഞരങ്ങുന്നു സുരലോകത്തേരുവാൻ ഇനി ഉലകത്തിൽ വസിക്കുവാൻ കഴിവില്ലാതകതെ ഞാൻ ഇണയില്ല കുറുപ്രാവും പോലെ രാപകൽ
ഞരങ്ങുന്നു സൂരാലോകെ ചേരുവാൻ എന്റെ മണവാളനെ എന്നിൽ കനിഞ്ഞവനെ നിന്റെ വരവിനു താമസമേറെയാകുമോ വരവിനു താമസമേറെയോ എന്റെ മണവാളനെ എന്നിൽ കനിഞ്ഞവനെ നിന്റെ വരവിനു താമസമേറെയാകുമ്പോ വരവിനു താമസമേറെയോ. ഇവിടെ പറയുന്നത് എൻ്റെ മണവാളനെ എന്നിൽ കനിഞ്ഞവനെ ഹല്ലേലൂയ, എൻ്റെ വരവിന് താമസമേറെയോ. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു ദൈവത്തിൻ്റെ വചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അത് മാത്രമല്ല, നിന്നെ എനിക്ക് സദാകാലത്തേക്ക് വിവാഹത്തിന് നിശ്ചയിക്കുന്ന ഒരു മണവാട്ടിയായി ഹല്ലേലൂയ തീർക്കുവാനാണെന്ന് ഹല്ലേലൂയ ആ പാട്ടുകാരൻ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സ്വർഗത്തിലൊരു വീടുണ്ട് ഹല്ലേലൂയ. ആ വീട്ടിലാണ് ഹല്ലേലൂയ നമ്മൾ വസിക്കേണ്ടത് ഹല്ലേലൂയ. ഒരിക്കലും ഒരു പ്രിയ മാതാവ് ഞങ്ങളുടെ എലന്തൂർ സഭയിലുണ്ടായിരുന്നു, പ്രായമുള്ള ഒരു മാതാവാ. ആ പ്രിയ മാതാവ് ഇപ്രകാരം പറയുമായിരുന്നു ഹല്ലേലൂയ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഹല്ലേലൂയ എൻ്റെ മക്കൾ ദൈവത്തോടുകൂടി അടുത്ത് ജീവിക്കുന്നില്ല എന്ന് എപ്പോഴും പറഞ്ഞ് ഹല്ലേലൂയ പരാതിപ്പെടാറുണ്ടായിരുന്നു ഹല്ലേലൂയ. ഒരു ദിവസം അവരുടെ വീട്ടിലൊരു പ്രാർത്ഥന വെച്ചു. ചെറിയൊരു വീടാ. ആ വീട്ടിൽ പ്രാർത്ഥന വയ്ക്കുമ്പോൾ ഹല്ലേലൂയ അന്ന് ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിൻ്റെ അടുത്തോട്ട് വന്നതേ ഉള്ളൂ ഹല്ലേലൂയ. അങ്ങനെ വലിയതായിട്ടൊന്നും വലിയ വചനങ്ങളൊന്നും അറിയാൻ പാടില്ല. അങ്ങനെ അത് മാത്രമല്ല, അങ്ങനെ വചനമൊന്നും പ്രസംഗിച്ചതല്ല, വലിയ പരിചയമില്ല. എല്ലാവരുടെയും പ്രസംഗം കേട്ടിട്ടുണ്ട്, പക്ഷെങ്കിൽ തന്നെ പ്രസംഗിച്ചിട്ടില്ല ഹല്ലേലൂയ. അങ്ങനെയുള്ള അനുഭവത്തിലായിരുന്നു. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ ഹല്ലേലൂയ എൻ്റെ പ്രിയ ഹല്ലേലൂയ സഭയിലുണ്ടായിരുന്ന അന്നത്തെ ഹല്ലേലൂയ എൻ്റെ അമ്മാച്ചൻ്റെ മോനാണ് പാസ്റ്റർ. അദ്ദേഹം പറയുവാനിടയായിത്തീർന്നു, ഇന്ന് രാത്രിയിൽ ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ പേര് പറയുവാനിടയായിത്തീർന്നു. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല അവിടെ ചെല്ലുന്നവരെയും ഹല്ലേലൂയ, അല്ലെങ്കിൽ ഈ പേര് പറയുന്നവരെയും ഹല്ലേലൂയ ഒന്ന് മനസ്സിൽ പോലും ഒരു കാര്യം വിചാരിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ എനിക്ക് അത് സാധിച്ചില്ല ഹല്ലേലൂയ. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ഹല്ലേലൂയ ഇങ്ങനെ പറഞ്ഞു ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ എന്തെന്നില്ലാത്ത ഒരു പരിഭ്രമം എൻ്റെ ജീവിതത്തിൽ തോന്നുവാനിടയായിരുന്നു. എന്നെ അങ്ങ് വിറയ്ക്കാൻ തുടങ്ങി ഹല്ലേലൂയ, എന്തു പറയും ഹല്ലേലൂയ എന്ന് പെട്ടെന്ന് ഹല്ലേലൂയ എൻ്റെ ശരീരമൊക്കെ വിയർക്കുവാനിടയായിരുന്നു. എന്നാലും ഹല്ലേലൂയ ധൈര്യം അവലംബിച്ച് ഹല്ലേലൂയ ദൈവം എൻ്റെ മനസ്സിലേക്ക് കൊണ്ട് തന്ന ഒരു വചനം ഹല്ലേലൂയ അവിടെ വായിക്കുവാനിടയായിരുന്നു ഹല്ലേലൂയ. ആ തിരുവചനം ഹല്ലേലൂയ യോവേൽ പ്രവചനം 2-ാം അധ്യായമായിരുന്നു ഹല്ലേലൂയ. സിയോനിൽ കാഹളം ഊതുവിൻ. അവിടെ അത് മാത്രമല്ല, ഇപ്പോഴെങ്കിലും നിങ്ങൾ ഉപവാസത്തോടും വിലാപത്തോടും കരച്ചിലോടും കൂടെ ദൈവമായ യഹോവയെങ്കിലേക്ക് അടുത്തു വരുവീൻ ഹല്ലേലൂയ. ആ വീട്ടിലുള്ള പ്രിയപ്പെട്ട ഹല്ലേലൂയ ആ ദേവദാസന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ടവരാ ഹല്ലേലൂയ. ആ ദേവദാസൻ അങ്ങനെ അത്ര വലിയ ഭക്തനായിട്ട് ഉള്ള ഒരാളല്ല. എന്നാൽ ഈ മാതാവ് എപ്പോഴും ഹല്ലേലൂയ കരഞ്ഞുകൊണ്ടിങ്ങനെ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വളരെ പ്രാർത്ഥിക്കുമായിരുന്നു ഹല്ലേലൂയ. ആ മാതാവ് അങ്ങ് മരിച്ചുപോയി. പക്ഷേ അവർ പിന്നീട് ഹല്ലേലൂയ വന്ന കാലത്ത്, ആ വിവാഹം നിശ്ചയിച്ച കാലത്തെ ഭയവും ഭക്തിയും ഒന്നും ഓർക്കാതെ ദൈവത്തെ വിട്ട് അവരെ വന്ന സമുദായത്തിലേക്ക് തന്നെ അങ്ങ് തിരിച്ചു പോകാനിടയായിത്തീർന്നു. ഞങ്ങൾക്കിത് മതി, അല്ലെങ്കിൽ ഇത്രയും സന്തോഷം മതി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഹല്ലേലൂയ അവർ തിരിച്ചു പോകാനിടയായിത്തീർന്നു കേട്ടോ. ചിലർക്ക് ഹല്ലേലൂയ നിത്യസന്തോഷത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും സ്വർഗത്തിൽ നമുക്കൊരു ഭവനം ഉണ്ടെന്നുള്ളതിനെക്കുറിച്ചും ഒരു ചിന്തയില്ല, വിചാരമില്ല. അവരത് വിട്ടുപോകാനിടയായിത്തീർന്നു. ആ പഴയതിലേക്ക് തന്നെ തിരിച്ചു പോകാനിടയായിത്തീർന്നു ഹല്ലേലൂയ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറഞ്ഞേക്കുന്നത് അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകാൻ ഇടയുണ്ടല്ലോ എന്ന്. എന്നാൽ ചിലർ ഹല്ലേലൂയ അങ്ങനെയല്ല, ഹല്ലേലൂയ മടങ്ങിപ്പോകുകയല്ല. ആ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, എൻ്റെ ദൈവം എന്നെ കരം പിടിച്ച് വഴി നടത്തുവാൻ ശക്തനായ ദൈവമാണ്, അവൻ എൻ്റെ ഉപനിധിയാണ്, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്നുള്ള ഉറപ്പോട് നിൽപ്പാനിടയാക്കി തീർക്കും ഹല്ലേലൂയ. ഞാൻ നിന്നെ വിശ്വസ്തയോടെ വിളിച്ചിരിക്കുന്നു, കരുണയോടെ വിളിച്ചിരിക്കുന്നു, സ്നേഹത്തോടെ വിളിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നു ഹല്ലേലൂയ. ആ സ്നേഹമെല്ലാം ഓർക്കാതെ ഹല്ലേലൂയ അങ്ങ് മറന്നു പോകാനിടയായിത്തീർന്നു ഹല്ലേലൂയ. എന്നാലും നമ്മളെ മറക്കാത്ത ഒരു കർത്താവ്. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരം കാണുന്നുണ്ട്, സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ.
ആ ദൈവത്തിന്റെ വചനത്തിൽ കാണുന്ന കർത്താവിന്റെ നാൾ വരുന്നു, അത് കള്ളൻ രാത്രിയിൽ വരുന്ന പോലെയാ വരുന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഹല്ലേലൂയ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഹല്ലേലൂയ ആ വീട്ടിൽ ഹല്ലേലൂയ ഉപവാസത്തോടും വിലാപത്തോടും കരച്ചിലോടും കൂടെ ഹല്ലേലൂയ ദൈവമായ യഹോവയെങ്കിലേക്ക് തിരിഞ്ഞു വരുവീനെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഹല്ലേലൂയ അവർക്ക് തിരിയാമായിരുന്നു. പക്ഷേ അവർ തിരിഞ്ഞു വന്നില്ല. ഹല്ലേലൂയ അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ അതുകൊണ്ടാണ് ആ വചനം അവിടെ വായിക്കാൻ ദൈവം ഇടയാക്കി തീർത്തത്. കാരണം ഹല്ലേലൂയ വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി ദൈവമായ യഹോവയെങ്കിലേക്ക് കടന്നു വരുവീൻ. ഹല്ലേലൂയ ആ കടന്നു വരുമ്പോൾ അതിനൊരു ഹല്ലേലൂയ നമ്മളെയും നമ്മുടെ തലമുറകളെ എല്ലാം ഹല്ലേലൂയ നിത്യതയിൽ കൊണ്ടെത്തിക്കുവാൻ തക്കോണം ഹല്ലേലൂയ നമ്മളെ വിശ്വസ്തയോടും സ്നേഹത്തോടും വിളിച്ച ഒരു രക്ഷകനുണ്ട്. ഹല്ലേലൂയ ഒരു നല്ല കർത്താവാണ് നമ്മളെ കരം പിടിക്കുന്നത്. അവൻ എങ്ങനെയൊക്കെയാ മാർവിൽ ചേർത്തണയ്ക്കും. ഹല്ലേലൂയ നമ്മളെ കരങ്ങളിലെടുക്കും. ഹല്ലേലൂയ പതുക്കെ നടത്തും. ഹല്ലേലൂയ എങ്ങനെ വേണമെങ്കിലും ഹല്ലേലൂയ ആ സ്നേഹത്തോട് കനിവിലൊക്കെ ദൈവം നമ്മളെ വഴി നടത്തുവാൻ ഇടയായിത്തീരും. ഇവിടെ വചനത്തിൽ കാണുന്നത് ഹല്ലേലൂയ കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുമ്പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. അവർക്ക് തെറ്റി ഒഴിയാവതുമല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. നിങ്ങളെല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. നാം രാത്രിക്ക് ഇരുളിനുള്ളവരല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കാം. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലിലുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹം എന്ന കവചവും ശിരസ്ത്രമായ രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കാം. ദൈവം നിങ്ങളെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും അവൻ തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയവർത്തന വരുത്തിയും പോരുവിൻ. ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ ഹല്ലേലൂയ പറഞ്ഞിരിക്കുന്നത്, ഹല്ലേലൂയ സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ, ബലഹീനരെ താങ്ങുവീൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവീൻ, തമ്മിലെല്ലാവരോടും എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. അപ്പൊ ദൈവ ഇഷ്ടം ചെയ്ത് ഹല്ലേലൂയ അവന്റെ വാഗ്ദത്തം പ്രാപിക്കുന്നതാണ് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ആധാരമായിരിക്കുന്നത്. അത് മാത്രമല്ല ഹല്ലേലൂയ ഇങ്ങനെ പറയുന്നുണ്ട്, ഹല്ലേലൂയ ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ, സകലവും ദോഷവും വിട്ടകലുവീൻ. ഹല്ലേലൂയ സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടുമണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിച്ചിരിക്കുന്നവൻ വിശ്വസ്തനാകുന്നു. ഹല്ലേലൂയ ആ വിളിച്ച ദൈവം വിശ്വസ്തനാ. ഹല്ലേലൂയ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ അല്ലേ പ്രാർത്ഥിക്കുന്നത്, വാഗ്ദത്തങ്ങൾ വിശ്വസ്തനെ, വാക്കുമാറാത്തവനെ. ഹല്ലേലൂയ ആ വിളിച്ച ദൈവം വിശ്വസ്തനാ. ഹല്ലേലൂയ അതുകൊണ്ട് ഹല്ലേലൂയ ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തണം. ഹല്ലേലൂയ ആ ബലഹീനരെ താങ്ങണം. ഹല്ലേലൂയ ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞേക്കുന്നത് ഹല്ലേലൂയ സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടുമെണ്ണം കാക്കുമാറാകട്ടെ. ഹല്ലേലൂയ നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ്, അനിന്യമായി ഹല്ലേലൂയ വെളിപ്പെടുവാനും. അതുകൊണ്ടാണ് ഹല്ലേലൂയ നമ്മുടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ അടുത്തിരിക്കുന്നതുകൊണ്ടാ ഹല്ലേലൂയ നമ്മൾ ഏറ്റവും പ്രത്യാശയുള്ളവരായി ഹല്ലേലൂയ ജീവിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ മറ്റുള്ളവരെ പോലെ അല്ല ഉറങ്ങി ഈ മാത്രം ജീവിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ഹല്ലേലൂയ ഒരു പാട്ടുകാരൻ ഇങ്ങനെയാണ് പറയുന്നത്, ജീവിതയാത്രക്കാരാ കാലടികളെങ്ങോട്ട്, നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ, ലക്ഷ്യം നിൻ മുൻപിലെന്ത്. നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ, ലക്ഷ്യം നിൻ മുൻപിലെന്ത്. അൻപിൻ രൂപീം യേശുനാഥൻ നിന്നെ വിളിക്കുന്നില്ലേ, പോകല്ലേ നീ അന്ധനായി ലോക സൗഭാഗ്യം തേടി. പൊന്നിൻ ചിറകു നിനക്കുമിതേ കർത്തൻ വിരിച്ചതു കാണുന്നില്ലേ, പൊന്നിൻ ചിറകു നിനക്കുമിതേ കർത്തൻ വിരിച്ചതു കാണുന്നില്ലേ.
നിന്നെ അലട്ടായൻ പൊന്മകനെ. ജീവിതയാത്രക്കാരാം കാലടികളെങ്ങോട്ട്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിൻ മുൻപിലെന്ത്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിൻ മുൻപിലെന്ത്? വിശ്വാസത്തിൻ തോണിയതിൽ പോകുന്ന യാത്രക്കാരാ, പാറക്കെട്ടിൽ തട്ടാതെ നീ അക്കരെ ചെന്നിടുമോ? ഓളങ്ങളേറുന്ന സാഗരത്തിൽ ജീവിത തോണിയുലഞ്ഞിടുമ്പോൾ, ഓളങ്ങളേറുന്ന സാഗരത്തിൽ ജീവിത തോണിയുലഞ്ഞിടുമ്പോൾ, ആരുണ്ടു കൈത്താങ്ങാൻ, ആരു സഹായിക്കും? കപ്പിത്താനേശുവല്ലാതെ നിന്നെ. ജീവിതയാത്രക്കാരാ കാലടികളെങ്ങോട്ട്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിൻ മുൻപിലെന്ത്? സ്വർപ്പൂരെ നീ കേൾക്കുന്നില്ലേ സിയോനിൻ ഗാന ശബ്ദം? വേണ്ടയോ നിൻ സ്വന്തമായി സ്വർഗീയ സന്തോഷങ്ങൾ? വാനത്തേരാതിൽ മേഘാരൂഢനായി വേഗം വരും യേശുരാജനവൻ. വാനത്തേരിൽ മേഘാരൂഢനായി വേഗം വരും യേശുരാജനവൻ. ചേർക്കുവാൻ നിന്നെയും ശുദ്ധരിൽ സംഘത്തിൽ, കണ്ണീരില്ല സ്വർഗവാസമതിൽ. ചേർക്കുവാൻ നിന്നെയും ശുദ്ധരിൻ സംഘത്തിൽ, കണ്ണീരില്ല സ്വർഗവാസമതിൽ. ജീവിതയാത്രക്കാരാം കാലടികളെങ്ങോട്ട്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിൻ മുൻപിലെന്ത്? വൈഷമ്യമാം മേടുകളെ എങ്ങനെ നീ കടക്കും? എങ്ങനെ നീ യോർദാനിന്റെ അക്കരെ ചെന്നു ചേരും? നിന്തോണിയിൽ കർത്തനേശുവുണ്ടോ? നിന്നാവിൽ പ്രാർത്ഥന ഗാനമുണ്ടോ? നിന്തോണിയിൽ കർത്തനേശുവുണ്ടോ? നിന്നാവിൽ പ്രാർത്ഥന ഗാനമുണ്ടോ? പുത്തൻ ഗാനാലാപം പാടി സ്തുതിക്കുവാൻ ഹൃത്തിയുടെ സ്വർഗീയ ശാന്തിയുണ്ടോ? ജീവിതയാത്രക്കാരാ കാലടികളെങ്ങോട്ട്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിൻ മുൻപിലെന്ത്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിൻ മുൻപിലെന്ത്? ഇവിടെ ചോദിച്ചിരിക്കുന്ന ജീവിതയാത്രക്കാരാ, നിന്റെ കാലടികൾ എങ്ങോട്ടാണ്? ഹല്ലേലൂയ. ആ സ്വർഗീയ ഭവനത്തിലേക്കാണോ നിന്റെ യാത്ര? അതോ നാശത്തിന്റെ പാതയിലാണോ? അതോ നീ ആ പോകുന്ന യാത്രയെ തട്ടിമുട്ടി പോകുമോ എന്നാണ് ആ പാട്ടുകാരൻ ചോദിക്കുന്നത്. ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ ഹല്ലേലൂയ 1 തെസ്സലോനിക്ക ലേഖനം 5:7 പറഞ്ഞിരിക്കുന്നത്, ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലിനുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹം എന്ന കവചവും ശിരസ്ത്രമായ രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കാം. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. അപ്പൊ ആ രക്ഷ എന്തെന്ന് അത് പ്രാപിക്കാൻ ഹല്ലേലൂയ ദൈവം നമ്മളെ ഹല്ലേലൂയ നിയമിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മളെ നിയമിക്കുകയാണ്, ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുകയാണ്, ദൈവം നമ്മളെ സ്നേഹിക്കുകയാണ്. ഹല്ലേലൂയ
സ്നേഹത്തിലും കനിവിലും ഹല്ലേലൂയ സദാകാലത്തേക്കും വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നത് ഹല്ലേലൂയ അവനോടുകൂടി നിത്യം നിത്യം വാഴുവാൻ ഹല്ലേലൂയ കുറെ നാൾ ജീവിച്ചിട്ട് ഹല്ലേലൂയ അവനെ കളഞ്ഞിട്ട് പോകുവാനല്ല ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിൽ കാണുന്ന പോലെ ഹല്ലേലൂയ ആ നിത്യസന്തോഷം പ്രാപിച്ച് നിത്യാനന്ദം പ്രാപിച്ച് ഹല്ലേലൂയ ഞാൻ നിന്നെ സദാകാലത്തേക്കും വിവാഹത്തിന് നിശ്ചയിച്ചിരിക്കുന്നു ഹല്ലേലൂയ. അപ്പൊ തീർച്ചയായിട്ടും വിവാഹ നിശ്ചയം കഴിഞ്ഞെങ്കിൽ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കും ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിവാഹ നിശ്ചയം കഴിയുന്നത് ഹല്ലേലൂയ. ഞാൻ നിന്നെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നാണ് ഹല്ലേലൂയ. അപ്പോൾ തീർച്ചയായിട്ടും ആ മണവാളൻ വരും. ആ സ്വർഗീയ കർത്താവ് നമ്മളെ ചേർപ്പാനായി എത്രയും പെട്ടെന്ന് ഹല്ലേലൂയ കടന്നു വരാൻ പോവുകയാണ്. അതുകൊണ്ട് ആ സ്വർഗീയ ഭവനത്തിൽ കടന്നു പോകാൻ തൊക്കെയാണ് ഹല്ലേലൂയ ആ സ്വസ്ഥത, ആ സന്തോഷം, ആ ആനന്ദം, നിത്യാനന്ദം പ്രാപിപ്പാൻ തൊക്കെയാണ് ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ ഈ നിത്യസന്തോഷം നിങ്ങൾ പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഹല്ലേലൂയ ഈ നിത്യാനന്ദം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ ഹല്ലേലൂയ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് പകൽക്കാല കർത്താവിനോട് ഉടമ്പടി ചെയ്യുമോ? തീർച്ചയായിട്ടും കർത്താവേ ഹല്ലേലൂയ എൻ്റെ ഹൃദയം ഞാൻ നിനക്കായി തരുന്നു എന്ന് പറഞ്ഞ് ഹല്ലേലൂയ നിനക്കായി ജീവിപ്പാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഹല്ലേലൂയ അവനോടുകൂടെ വാസം ചെയ്യുവാൻ നമ്മളെ സ്നേഹത്തോടും വിശ്വസ്തയോടും കരുണയോടും കൂടെ ഞാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത് ഹല്ലേലൂയ ആ വിവാഹം നിശ്ചയിച്ച നാളിലെ ഭക്തിയും ഭയവും ഓർക്കുകയാണ് ഹല്ലേലൂയ. ആ സ്നേഹം ഓർക്കുകയാണ്. അതൊരു വലിയ സ്നേഹമാണ് ഹല്ലേലൂയ. ആ ഒരു വലിയൊരു അനുഭവമാണത് ഹല്ലേലൂയ. എന്നാൽ ആ അനുഭവത്തിൽ ഹല്ലേലൂയ ആയിത്തീരാതെ ആരെങ്കിലും ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഹല്ലേലൂയ. ആ ജീവിതത്തോണി ഉലഞ്ഞു പോകാതെ ഹല്ലേലൂയ ആ അക്കരെ ചെല്ലുവാൻ ഹല്ലേലൂയ ആ സ്വർപ്പുരയെ എത്തുവാൻ ആ സ്വർഗീയ ഭവനത്തിൽ ഹല്ലേലൂയ നമ്മൾ എത്തിച്ചേരുവാൻ തൊക്കണം. തീർച്ചയായിട്ടും ഹല്ലേലൂയ ദൈവം നമ്മളെ സഹായിക്കും. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ തീർച്ചയായിട്ടും ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ആ ഒരു ഉറപ്പ് ഇന്ന് പകൽക്കാലം പ്രാപിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഉറപ്പ് പ്രാപിക്കുവാൻ തൊക്കണം ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ അടുത്തു വരുമോ? തീർച്ചയായിട്ടും കർത്താവ് നിങ്ങളെ അനുഗ്രഹിപ്പാൻ ശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ഹല്ലേലൂയ നമ്മളെ സ്നേഹത്തിലും കനിവിലും ഹല്ലേലൂയ കർത്താവ് നമ്മളെ വിളിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. വിളിച്ചതയും വിശ്വസ്തനാണ് ഹല്ലേലൂയ. അതുമാത്രമല്ല ഇവിടെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ് ഹല്ലേലൂയ. അവനത് നിവർത്തിക്കും ഹല്ലേലൂയ. അവനത് നിവർത്തിക്കുക തന്നെ ചെയ്യും ഹല്ലേലൂയ. അത് മാത്രമല്ല അനന്യമായി വെളിപ്പെടേണ്ടതാണ് ഹല്ലേലൂയ. ആകയാൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നിന്ദതയില്ലാതെ വെളിപ്പെടുവാൻ തൊക്കെയാണ് ഹല്ലേലൂയ നമ്മളെ തന്നെ കർത്താവിന്റെ കരങ്ങൾ ഹല്ലേലൂയ ഏൽപ്പിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ഹല്ലേലൂയ. അത് മാത്രമല്ല ആ കർത്താവ് നിങ്ങൾക്ക് ഹല്ലേലൂയ ആ സമാധാനത്തിന്റെ പാത കാണിച്ചു തരും ഹല്ലേലൂയ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് പറഞ്ഞ കർത്താവ് ആ വഴി നമുക്ക് കാണിച്ചു തരും ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത് ഹല്ലേലൂയ കർത്താവ് നമ്മളെ സദാകാലത്തേക്കും ഹല്ലേലൂയ വിവാഹത്തിന് നിശ്ചയിച്ചു വെച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആരെങ്കിലും ആയി തീർന്നിട്ടില്ലെങ്കിൽ ഹല്ലേലൂയ നിങ്ങളെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ കർത്താവ് നിങ്ങളെ അങ്ങനെ തന്നെ ഹല്ലേലൂയ അവനോടുകൂടെ നിത്യം ജീവിപ്പാൻ നിത്യം വാഴുവാൻ ഹല്ലേലൂയ ആ സ്വർഗീയ മണവാട്ടിയായി തീരുവാൻ തൊക്കെയാണ് ഹല്ലേലൂയ ദൈവം നമ്മളെ സഹായിക്കും. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ത് തന്നെയായിരുന്നാലും ഹല്ലേലൂയ അത് വിളിച്ചറിയിക്കാൻ മറക്കണ്ട ഹല്ലേലൂയ. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതി അറിയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവം അവരെയും അവരുടെ കുടുംബങ്ങളെയും ഹല്ലേലൂയ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുമാത്രമല്ല ഹല്ലേലൂയ അവരുടെ വിഷയങ്ങൾക്ക് ദൈവം തക്ക സമയത്ത് മറുപടി അയക്കുന്ന ദൈവമാണ് ഹല്ലേലൂയ. നമ്മുടെ വിഷയങ്ങൾ പ്രയാസങ്ങളേറിയതാണെങ്കിൽ ഹല്ലേലൂയ തീർച്ചയായും നമ്മുടെ പ്രയാസങ്ങളെ അറിഞ്ഞ് ഹല്ലേലൂയ അവൻ നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞ ഹല്ലേലൂയ ആ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ അറിയുന്ന കർത്താവ് ഹല്ലേലൂയ യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിക്കും. അവരുടെ നിലവിളി കേട്ടവരെ രക്ഷിക്കും. ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിക്കും ദൈവം ഹല്ലേലൂയ. തീർച്ചയായിട്ടും അവരുടെ നിലവിളി കേട്ട് രക്ഷിക്കുന്ന ദൈവമാണ് ഹല്ലേലൂയ. ഈ വേദനകളെല്ലാം
നമ്മൾ മറക്കും. ഹല്ലേലൂയ. ഈ രോഗത്തിന്റെ പീഡകൾ, ഹല്ലേലൂയ, കൊറോണയുടെ ഹല്ലേലൂയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. ഹല്ലേലൂയ. രോഗിയായി തീർന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരെയും ദൈവം ഇന്ന് പകൽക്കാലം വിടുവിക്കേണ്ടതിന് ഹല്ലേലൂയ ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, ഒരുമിച്ച് ദൈവത്തിന്റെ സല്ലായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്ത് നിന്ന് ഹല്ലേലൂയ ഈ ബാധ നീങ്ങി മാറുവാൻ, ഹല്ലേലൂയ, കർത്താവേ, ജനം ഹല്ലേലൂയ സ്വതന്ത്രരായി തീരുവാൻ തൊക്കെ ഹല്ലേലൂയ പിന്നെയും സഹായിക്കുമാറാകണം. അത് മാത്രമല്ല ഹല്ലേലൂയ സ്വസ്ഥതയുള്ളവരായി, സമാധാനമുള്ളവരായി, ശാരീരിക അസ്വസ്ഥതകൾ, ഭാരങ്ങൾ ഹല്ലേലൂയ മാറിയവരായി കർത്താവിനെ സ്തുതിപ്പാനും ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിന്റെ പ്രവൃത്തികൾ അധികമായി ചെയ്യുവാനും ദൈവം എല്ലാവരെയും സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം പ്രാർത്ഥന കേട്ട് ദൈവം വിടുവിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ.